ഹലോ ഗൈസ്, വെൽക്കം ടു GA2 എക്സ്പ്ലോർ. GA2 എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഇടുക്കിയിലേക്കായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. LIC ഫാമിലി യൂണിറ്റ് അംഗങ്ങളും ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അടിപൊളി ട്രിപ്പ് തുടങ്ങിയതും ആരംഭിച്ചു ഗൈസ്. ഗീതാ മാമിൻ്റെ കച്ചേരി കഴിഞ്ഞതും ഞങ്ങളുടെ ഡെവലപ്മെന്റ് ഓഫീസർ സുധീർ സാർ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ചെമ്പകത്തൈകൾ പൂത്ത മാനത്തു പൊന്നമ്പിളി ചുംബനം സാറിൻ്റെ കച്ചേരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഒരു മസാല ദോശയൊക്കെ ആയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. നല്ല സൂപ്പർ മസാല ദോശയായിരുന്നത്. ഹിൽ റേഞ്ച് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. നല്ല അടിപൊളി ഫുഡ് സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്തു. കാണാൻ അറിയത്തില്ലെങ്കിലും ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ആ ഒഴുക്കിലങ്ങ് പോകട്ടെ എന്ന് മനുഷ്യനാദ്യം പിറന്ന വീട് കൊടും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തിക്കഴിഞ്ഞു ഗൈസ്. കുളമാവ് ഡാമുകളുടെ 3 ഡാമുകളിൽ ഒന്നാണ് ചെറുതോണി ഡാം, ഇടുക്കി ഡാം, കുളമാവ് ഡാം. അതിലെ കുളമാവ് ഡാമിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. വണ്ടി മാറ്റി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നടന്ന് വന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. വെയിൽ കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല ഗൈസ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പോയി കണ്ടു, തിരിച്ചു വരുന്നുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കൊച്ചു ഫോട്ടോ എടുപ്പായാലും എല്ലാവരും തൊപ്പിയും കണ്ണാടിയും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. യാത്ര തുടങ്ങിയതും ഞങ്ങൾ ആരംഭിച്ചു വീണ്ടും ഞങ്ങളുടെ അന്താക്ഷരി. 90കളിലെ പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടിയത്. പുതിയ സിനിമയിൽ ഒറ്റ പാട്ട് പാടിയിട്ടില്ല ഗൈസ്. അടുത്ത ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഇടുക്കി ചെറുതോണി ഡാമായിരുന്നു. 1973 നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പണി കഴിഞ്ഞത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നാണ് ഇടുക്കി ഡാമിനെ അറിയപ്പെടുന്നത്. കുറത്തി മലകൾക്കിടയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും നാൾ ഞാൻ മനസ്സിലാക്കിയത് ഇടുക്കി ഡാമിന് ഷട്ടർ ഉണ്ടെന്നാണ്. ഇടുക്കി ഡാമിൻ്റെ ഷട്ടറാണ് തുറക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 2018 5 ഷട്ടറും ഒരുമിച്ച് ഓപ്പൺ ചെയ്തതും. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടു. അടുത്തതായി ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്പോട്ടാണ് ഹിൽ വ്യൂ പാർക്ക്. ശരിക്കും നല്ല സൂപ്പറാണ്. നമുക്ക് ഒരുപാട് കുറച്ച് നടക്കാനും 2 സൈഡിലും പൂന്തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടന്നു പോകാനും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്പേസും ഫുഡും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സിപ്പ് ലൈൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അതിനകത്ത് കയറിയിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും കയറാൻ പറ്റിയിട്ടില്ല. അവിടെ ചെന്നപ്പം വീണ്ടും അവർ ഫുഡൊക്കെ കഴിക്കാൻ പോയി. കഴിച്ചെന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കൊട്ടവഞ്ചി അങ്ങനെയുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീസോയിലിരിക്കുന്നത് ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സാണ്. കണ്ടാൽ പറയൂ, ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടിക്കാലത്തിലേക്ക് പോയതുപോലെ. ശരിക്കും ഈ റൈഡിലൊക്കെ കയറിയപ്പോഴല്ലേ കുഞ്ഞായതുപോലൊരു ഫീലിംഗ്, ഒരു 5-10 വയസ്സൊക്കെ കുറഞ്ഞ പോലൊരു ഫീലിംഗ്. ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും യൂണിറ്റ് അംഗങ്ങളും ഓഫീസേഴ്സും എല്ലാവരുമായിട്ട് ശരിക്കും ഒരു ഫാമിലി പോലെ. ആ ഡാമിലൊക്കെ പോയപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ ഈ ഹിൽ വ്യൂ പാർക്കിൽ വന്നങ്ങ് തീർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ മലകളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോയും. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഒരുപാട് ടൈം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർക്ക് നമുക്ക് നല്ല പീസ്ഫുള്ളാണ്. നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ചെറുതോണി ഡാം ഫുൾ വ്യൂ നമുക്ക് നന്നായിട്ട് കിട്ടും. എവിടെ പോയാലും പാട്ട് മുഖ്യം ബീച്ചിലെ.
പറഞ്ഞ ഇവിടെ നിന്നും വരുന്നു. മനസ്സ് വന്നതേയില്ല. അടുത്തതൊരു കിടിലെ മാജിക്കുമായിട്ട് ഞങ്ങൾ സാർ അപ്പൊ വന്നിരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഈ മാജിക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെ പൊട്ടിച്ച് കളയല്ലേ, നാണം കെടുത്തി കളയല്ലേ. അപ്പൊ ഇതിനകത്തുനിന്ന് 4 സാധനങ്ങൾ കൊടുത്തു കണ്ടേ. ആ ചേട്ടന്റെ പോക്കറ്റിൽ ഒരു പേപ്പറും ഉണ്ടേ. ചേട്ടന്റെ പേപ്പർ അത് ഉണ്ട്. പേപ്പർ ഒന്ന് കാണിച്ചു കേട്ടാ കണ്ടു. അപ്പൊ നിതാം മാഡം ഈ കയ്യിലിരിക്കുന്ന 4 സാധനങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 സാധനം നമ്മുടെ ജയന്തി മനോജിന് കൊടുക്കുന്നു. ഏതെങ്കിലും കൊടുത്തു. ഏതെങ്കിലും 2 സാധനം കൊടുക്കുക. ഓക്കെ, 2 സാധനം പോയേ. ഇനി നിതാം മാഡത്തിന്റെ 2 സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മുടെ സുഹൃത്തേച്ചിക്ക് കൊടുക്കുക. ഇഷ്ടമുള്ള സാധനം സുഹൃത്തേച്ചിക്ക് കൊടുത്തു. ഇനിയിപ്പോ പിന്നെ നിതാം മാഡത്തിന്റെ കയ്യിലുള്ള എന്താ? ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയതാണ്. അക്ഷരമൊന്നും അത്ര ക്ലിയർ അല്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കിയാൽ. നമസ്കാരം ചേട്ടാ, സഹായിച്ചേ. ഉറച്ചത്തി പറ. ഓക്കെ, പ്ലാനർ കാണിച്ചോ. ഇനി ഞാൻ തന്നു മാജിക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് കടന്നുപോയി ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റാ ബൈ ബൈ. അതിനു മുന്നേ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.